മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇന്ന് അനേക മക്കൾ, കുഞ്ഞുങ്ങളും വിദ്യാർത്ഥികളും ബാലികാബാലന്മാരും യുവജനങ്ങളും ദമ്പതികളും വൈദികരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയായി കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് തൻ്റെ സ്നേഹം അറിയിക്കുന്നത്, നമ്മോട് ഓരോരുത്തരും സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്. ആ വചനമാകുന്ന യേശുവാണ് ഇപ്പോൾ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഈശോ പറയുന്നു, 1 യോഹന്നാൻ 4:12, ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വന്ന് വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. സ്നേഹം കൈവിട്ടു പോകുമ്പോൾ പാപം പെരുകുന്നു. സ്നേഹമുള്ളിടത്ത് പാപമില്ല. ദൈവം സ്നേഹമാണ്. ഈ സ്നേഹത്തിലേക്ക് കടന്നു വരാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഈ സ്നേഹം നമ്മിൽ വന്നു നിറയുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കും. ഒരിക്കൽ കൊച്ചു മിടുക്ക് വന്ന് ചോദിച്ചു, ഫാദറെ, ഈ തലയിലെ മുടി കൊഴിയാതിരിക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, വചനം കേൾക്ക്, പ്രയർ ലൈൻ സംബന്ധിക്ക്. അവൻ പ്രയർ ലൈനിൽ സംബന്ധിക്കാൻ തുടങ്ങി. നമ്മുടെ നിലവിളിക്കല എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങി. 1 മാസം കഴിയുന്നതിനേക്കാൾ മുമ്പ് അവൻ്റെ വട്ടത്തിൽ കൊഴിഞ്ഞുപോയ ആ തലമുടി വീണ്ടും വരികയും അവൻ വന്ന് നന്ദി പറയുകയും ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചത്? ദൈവത്തോടൊരു കണക്ഷൻ ഉണ്ടായപ്പോൾ അവൻ്റെ കുറവ് കർത്താവ് എടുത്തു മാറ്റുകയും അവൻ്റെ ഹൃദയത്തിലേക്ക് പിശാച് വിതയ്ക്കപ്പെട്ട ആ ദുഃഖം എന്നേക്കുമായി എടുത്തു മാറ്റുകയും ചെയ്തു. നന്മയുടെ ഉറവിടം ദൈവമാണ്. ആ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിരൂപിക്കാനാവാത്ത അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, സമാധാനം കർത്താവ് കൊണ്ടുതരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ പഠന പരീക്ഷാ വിജയം നൽകി അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.